വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 24 6 മുതൽ 9 വരെയുള്ള സൂക്തങ്ങൾ. തങ്ങളുടെ ഇണകളിൽ വ്യഭിചാരോപണം ഉന്നയിക്കുകയും അതിന് മറ്റു സാക്ഷികളാരും ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അവരിൽ ഒരാളുടെ സാക്ഷ്യം ദൈവത്തിന് 4 പ്രാവശ്യം ആണയിട്ട് സത്യം ചെയ്യുക എന്നതാണ്. 5-ാം പ്രാവശ്യം താൻ പറയുന്നത് കള്ളമാണെങ്കിൽ തന്നിൽ ദൈവശാപമുണ്ടാകട്ടെ എന്ന് പറയുകയും വേണം. ഇനി സ്ത്രീ 4 പ്രാവശ്യം ദൈവത്തിൽ സത്യം ചെയ്ത് പറയുക അയാൾ വ്യാജാരോപണം നടത്തുകയാണെന്ന്, അതവളുടെ ശിക്ഷയിൽ നിന്ന് തടയുന്നതാണ്. 5-ാം പ്രാവശ്യം അയാളുടെ ആരോപണം സത്യമാണെങ്കിൽ തന്നിൽ ദൈവത്തിൻ്റെ കോപം ആവദിക്കട്ടെ എന്നും പറയുക. ഈ സൂക്തങ്ങൾ അവതരിക്കേണ്ട ചില കാരണങ്ങളുണ്ട്. പ്രവാചക ശിഷ്യനായ സഅദ് ബിൻ ഉബാദ് വന്നിട്ട് നബിയോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ അത്തരം വല്ല അവിഹിത ബന്ധം കണ്ടാൽ 4 സാക്ഷികൾ തേടിപ്പോകാതെ ഞാൻ ആ ജാരൻ്റെ കഥ കഴിക്കും. അതുപോലെ മറ്റൊരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഒരാൾ സ്വന്തം ഭാര്യയോടൊപ്പം ഒരു അന്യപുരുഷൻ ശയിക്കുന്നത് കണ്ടാൽ അത് അയാൾ പുറത്ത് പറയുകയാണെങ്കിൽ 4 സാക്ഷികളില്ലെങ്കിൽ വ്യഭിചാരോപണത്തിനുള്ള ശിക്ഷ നടപ്പിലാക്കും. ഇനി അയാൾ 4 സാക്ഷികളെ അന്വേഷിക്കാൻ പോവുകയാണെങ്കിലോ അപ്പോഴേക്കും ആ ജാരൻ സ്ഥലം വിട്ടിരിക്കും. ഇനി ഭർത്താവ് അവനെ വധിക്കുകയാണെങ്കിൽ അയാൾ വധശിക്ഷയ്ക്ക് അർഹനാവുകയും ചെയ്യും. അപ്പോൾ ആ നിരക്ക് അയാൾക്ക് എങ്ങനെ ഈ വിഷയത്തിൽ മൗനം പാലിക്കാൻ കഴിയും? അങ്ങനെ ഇരിക്കെ മറ്റൊരു പ്രവാചക ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, തൻ്റെ ഭാര്യയുടെ അവിഹിത വീഴ്ച നേരിൽ കണ്ടതാണ്. എന്നിട്ട് അദ്ദേഹം സത്യം ചെയ്ത് പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, അതുകൊണ്ട് എൻ്റെ ഈ വിഷയത്തിൽ എന്താണ് വിധി എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് സ്വന്തം ഭാര്യാഭർത്താക്കന്മാരുടെ വിഷയത്തിൽ 4 സാക്ഷികളെ ഹാജരാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്തു ചെയ്യണം എന്ന നിയമം പ്രവാചകന് അവതരിപ്പിച്ചു കൊടുത്തത്. ഈ നിയമത്തിന് അറബി ഭാഷയിൽ ലിആൻ എന്നാണ് പറയുക, അതായത് ശപിച്ച് പിരിയുക. ഈ ശപിച്ച് പിരിയുക എന്നത് അത് ഭാര്യയും ഭർത്താവും നേർക്കുനേർ ചെയ്യുന്ന ഒരു പണിയല്ല, മറിച്ച് ഒരു ജഡ്ജിയുടെയോ അല്ലെങ്കിൽ ഇമാമിൻ്റെയോ മുമ്പാകെ ആയിരിക്കണം അത് ചെയ്യേണ്ടത്. അത് ചെയ്യുന്നതിന് മുമ്പായി തന്നെ ആ വിഷയത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഇരുവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ദൈവശാപം, ദൈവിക കോപം തന്നിലുണ്ടാകട്ടെ എന്നാണല്ലോ ഓരോരുത്തരും സ്വയം വിളിച്ച് പറയുന്നത്. ഇനി ഭാര്യയ്ക്ക് വ്യഭിചാരോപണം ഉന്നയിക്കുന്ന തൻ്റെ ഭർത്താവിനെതിരെ ജഡ്ജിയെ സമീപിക്കാം, അല്ലെങ്കിൽ ഇമാമിനോട് പറയാം. എന്നിട്ട് ലിആൻ, നേരത്തെ പറഞ്ഞ പോലെ ശവപ്രാർത്ഥന ആവശ്യപ്പെടാം. ഭർത്താവിൽ വ്യഭിചാരോപണം ഉന്നയിച്ച് ഭാര്യയ്ക്കും അങ്ങനെ വിവാഹമോചനം ആവശ്യപ്പെടാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഭർത്താവിനെ വിവാഹബന്ധത്തിൽ നിന്ന് കട്ട് ചെയ്യുന്ന, വിവാഹത്തിൽ നിന്ന് ഒഴിവാകുന്ന ഈ ഖുൽ എന്നൊരു വിഷയമുണ്ട്, അത് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല തലാഖാണ്, വിവാഹമോചനമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനുള്ള ആനുകൂല്യങ്ങൾ അവൾക്ക് ഭർത്താവിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ ഭാര്യ ഭർത്താവിനെ ഒഴിവാക്കുന്ന ഖുൽ ആണെങ്കിൽ അവൾ ഭർത്താവിന് പ്രതിഫലം നൽകേണ്ടി വരും. ഇനി ശവപ്രാർത്ഥനയിലൂടെ വേർപിരിയുകയാണെങ്കിൽ ഇരു കൂട്ടർക്കും യാതൊരു ബാധ്യതയും ഉണ്ടാവുകയുമില്ല. അതാണ് ഈ വിഷയത്തിൻ്റെ ശരിയായ നിയമവശങ്ങൾ.